കണ്ണന് ഇഷ്ടമുള്ള വാഹനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വഴിമുടക്കേണ്ടി നിൽക്കുന്നത്. ഹിറ്റാച്ചി ആയിരുന്നു കേട്ടോ. അവിടെ പൈപ്പ് കണക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിയൊക്കെ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാറിന് പോകാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ JCB ഹിറ്റാച്ചിയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ അവൻ കാണിക്കുക. അപ്പോൾ ഹിറ്റാച്ചി വഴി തടഞ്ഞാണ് ഞങ്ങൾ പോയത് വേറൊരു സ്ഥലത്തേക്കും. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതേ ഒന്ന് ജാതകം നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയെന്നേ, മനസ്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പേടി. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേലൂർക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ചേലൂർക്കാവ് അമ്പലത്തിൽ താലപ്പൊലി കൂടാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ആൾ തിരികെ വീട്ടിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസം താലപ്പൊലിയുടെ അന്നേ വീട്ടിലേക്ക് വരുള്ളൂ കേട്ടോ. അവിടെ ആങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ചേട്ടന് വലിയ ഉഷാറൊന്നുമില്ല. കാരണം ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ചറപറ എന്ന് വർത്താനം പറഞ്ഞത് കേട്ടിരിക്കാനല്ലേ. അപ്പോൾ ആൾക്കത് വലിയതൊന്നും ഇല്ല കേട്ടോ. അച്ഛനും ഉണ്ടാവില്ല, അച്ഛൻ പിന്നെ പിറ്റേ ദിവസമല്ലേ ഉണ്ടാവില്ല. അപ്പോൾ ചേട്ടൻ അവിടെ ശരിക്കും ബോറടിക്കും. അപ്പോൾ അത് കാരണം ആൾ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ആൾ പോന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞത് ഇങ്ങനെയാണ്. വോൾട്ടേജ് ഭയങ്കര വോൾട്ടേജ് ആയിരിക്കും ചുരുക്കി. അപ്പം അമ്മാമ്മയുടെ വകയാണെങ്കിൽ അച്ചപ്പം, ഉണ്ണിയപ്പം, വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ആൾക്ക് ഭയങ്കര ഉഷാറായിരുന്നു. ആൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഷോർട്സുകളൊക്കെ തട്ടിയിടാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയാണ് കേട്ടോ എൻ്റെ ക്യാമറാമാൻ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങി കെട്ടിയൊക്കെ നടക്കുമ്പോൾ ഈ പിള്ളേരുടെ ഇടയിൽ വന്നിങ്ങനെ പണിയൊപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മാമ്മി മോനും കൂടി ഇരിക്കുന്നത് എന്നെ ട്രോളാനാണ് കേട്ടോ. ഞാൻ കേൾപ്പിച്ചാൽ എന്തൊക്കെയാണ് അപ്പോൾ പറയുന്നതെന്നുള്ളത്. എന്നെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടെ. അത് കേട്ടിട്ട് ചിരിക്കാനാണെന്നുണ്ടെങ്കിൽ ചുറ്റിനും ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ചെറിയ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടില്ലേ? ചക്ക പൊട്ടിക്കണ തിരിഞ്ഞു പോയോ? ഞാനും ഇരിക്കണം മതി, ഇങ്ങനെ ഇരിക്കണം. ആ ചെടി കൂടെ കമന്റ് എന്തിനാ ശ്രുതി ചേച്ചി ഉണക്കപ്ലാവില്ല? ഞാൻ ട്രോളി